പേരാമ്പ്രയിൽ ഫാത്തിമ തഹ്ലിയ വിജയിക്കുമെന്ന് ആദ്യം പറഞ്ഞത് ടോപ്പാസ് വീഡിയോ ആണ്. അത് 2000 വോട്ടിൻ്റെ ഉള്ളിലുള്ള ഭൂരിപക്ഷത്തിലായിരിക്കും വിജയിക്കുക എന്നാണ് ടോപ്പാസ് വീഡിയോ പറഞ്ഞത്. ഇന്നിതാ ഫാത്തിമ തഹ്ലിയ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിച്ചിരിക്കുന്നു. ഞങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ് എന്ന് തെളിയിച്ചിരിക്കുന്നു ഫാത്തിമ തഹ്ലിയ, ലീഗിൻ്റെ ആദ്യത്തെ വനിതാ MLA. രാഷ്ട്രീയത്തിലെ മികച്ച ഒരു യുവ നേതാവ് ഷാഫി പറമ്പിൽ, PK ഫിറോസ്, BG ബാലകൃഷ്ണൻ. കഴിഞ്ഞ 5 വർഷത്തെ പേരാമ്പ്ര MLA പ്രവർത്തനം ഒറ്റവാക്കിൽ എല്ലാം അവര് ചെയ്യാം എന്ന് പറഞ്ഞ് ഫ്ലെക്സിൽ ഒതുങ്ങിയിരിക്കുകയാണ്. പലതും പ്രാവർത്തികമായിട്ടില്ല. രാഷ്ട്രീയമല്ലാതെ ഇഷ്ടപ്പെട്ട മറ്റൊരു മേഖല ലോയറാണ്. ബേസിക്കലി എന്റെ പ്രൊഫഷൻ എൻജോയ് ചെയ്യുന്ന ആളാണ്. രണ്ടും ഈക്വലി ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനാണ്. കുറച്ച് പേരുകൾ പറയാം. ആദ്യം മനസ്സിലേക്ക് വരുന്ന ഒരു കാര്യം പറയണം. നരേന്ദ്രമോദി. ഇന്ത്യയുടെ എല്ലാ ആശയങ്ങൾക്കും എതിര് സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. പിണറായി വിജയൻ രാഷ്ട്രീയമുള്ള കേരളത്തിലെ നേതാവ്. KK ശൈലജ ഡിപ്ലോമാറ്റിക് ആയിട്ട് എന്നാൽ പല കാര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറി സഞ്ചരിക്കുന്ന ഒരു വ്യക്തി. PK നവാസ് നല്ല ഒരു നേതാവ്. നൂർബിന റഷീദ് എന്റെ വഴികാട്ടിയായിട്ടുള്ള വനിതാ നേതാവ്. TP രാമകൃഷ്ണൻ തൊഴിലാളി സമൂഹത്തിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ള അവരുടെ പ്രവർത്തന മേഖലയൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ഉയർന്നു നിൽക്കുന്ന വ്യക്തിത്വം. ശോഭാ സുരേന്ദ്രൻ സ്ട്രെയിറ്റ് ആയിട്ട് അഡമന്റ് ആയിട്ട് നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു വ്യക്തി. MLA ആയാൽ പേരാമ്പ്രയ്ക്ക് വേണ്ടി ചെയ്യുന്ന ആദ്യത്തെ കാര്യം എന്തായിരിക്കും? അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ പരിഹരിക്കുക എന്നുള്ളത് ആദ്യം ചെയ്യും. അതിനോടൊപ്പം ഈ നാടിന്റെ പുരോഗതിക്ക് വേണ്ട കാര്യങ്ങൾ. ശരി, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. UDF അധികാരത്തിൽ വന്നാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരായിരിക്കണം? ആ ഉത്തരം UDF-ന്റെ നേതാക്കന്മാർ തീരുമാനിക്കട്ടെ. അപ്പോ